ശ്രീ റോണി കെ ബേബി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. പഴയ ലീഗേ അല്ലാത്ത വിധം ലീഗിനെ ദുർബലപ്പെടുന്നു വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കിയാലറിയാം, ലീഗിനെ ക്ഷീണിപ്പിക്കുക, വിവിധ ജില്ലകളിലുണ്ടായിരുന്ന നിയമസഭാ സീറ്റുകൾ കാലക്രമത്തിൽ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുന്ന വിധം കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ശൈലി, ലീഗിൻ്റെ അക്കൗണ്ടുകൾ ജില്ലകളിൽ പൂട്ടിച്ച ആ ചരിത്രം കോൺഗ്രസ്സിനുണ്ട് എന്ന അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അത് ആകെ പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ ഇത്തവണയും അങ്ങനെ നോക്കിയാൽ ലീഗിന് വളരെ കൃത്യമായി അവകാശപ്പെട്ട മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് എന്നുള്ള ആവശ്യം ലീഗ് നേതൃത്വത്തിന് വേണ്ട എന്നുള്ളത് വേറെ കാര്യം, അല്ലെങ്കിൽ അവരതിൽ വലിയ കാര്യമായിട്ട് അതിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മൂന്നാം ലോക്സഭാ സീറ്റ് എന്നുള്ളതിലേക്ക് പോകാൻ കഴിയാത്ത വിധം കോൺഗ്രസും കരുക്കൾ നീക്കി, ലീഗിന് ആ സീറ്റ് നിഷേധിച്ചു എന്ന യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിലും തെളിഞ്ഞു നിൽക്കുകയാണ്. ശ്രീ റോണി കെ ബേബി, നൂറ്റാണ്ടുകളിലായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കൾ, UDF നേതാക്കളൊക്കെ ഏകസ്വരത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ലീഗിന് ഒരു മൂന്നാമത് ഒരു ലോക്സഭാ സീറ്റിനുള്ള അർഹതയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദേശീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അതാണ് ലീഗ് അത് ഉൾക്കൊള്ളുന്നുണ്ട്, ലീഗ് അത് അംഗീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണി സംവിധാനത്തിൽ തീർച്ചയായിട്ടും ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കാറുണ്ട്. ഇടതുപക്ഷത്തും ഉണ്ടല്ലോ, കേരള കോൺഗ്രസ് ഈ പ്രാവശ്യം 2 അല്ലെ 3 സീറ്റ് അവർ ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ ദേശീയ സാഹചര്യത്തിൽ ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കരുത് എന്നുള്ളതാണോ ആ പറഞ്ഞ ദേശീയ സാഹചര്യം? അല്ല, തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് ശക്തിപ്പെട്ടു നിൽക്കേണ്ടത്, കാരണം ദേശീയ തലത്തില് കോൺഗ്രസ് BJPയെ നേരിടുവാൻ വേണ്ടി ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ഹംസ പറയുകയുണ്ടായി. കാരണം BJPയെ നേരിടുവാനായിട്ട് ഇന്ന് കെൽപ്പുള്ളത് ഇന്ത്യ മുന്നണിക്കാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ അങ്ങ് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ ഇന്ത്യ മുന്നണിക്കും ഈ BJPക്കും എതിരെയുള്ള പോരാട്ടത്തിൽ അല്ല, ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണല്ലോ. ഞാനിപ്പോ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ അത് പ്രദേശം എന്നുള്ള വാക്ക് അതിൻ്റെ അകത്ത് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു സ്ലിപ്പ് വന്നതാണ്. അപ്പോൾ കോൺഗ്രസ് ശക്തിപ്പെട്ടു നിൽക്കേണ്ടത്, കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ മത്സരിക്കേണ്ടത് അത് അനിവാര്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. മുന്നണിയുടെ പേര് UPA എന്നുള്ളതാണ്. അതിൻ്റെ കൺവീനർ സ്ഥാനം കോൺഗ്രസിന് തന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ മുന്നണിയുടെ, ഇന്ത്യ മുന്നണിയുടെ അനിഷേധ്യമായ നേതൃസ്ഥാനവും അതിലെ ഒന്നാം കക്ഷിയും കോൺഗ്രസ് ആണ് എന്ന നിലയിൽ ഏതെങ്കിലും മറ്റ് കക്ഷികൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇതിലൊരു പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, പാലക്കാട് സീറ്റ് കഴിഞ്ഞ തവണ ഓപ്പൺ വേക്കൻ്റ് ആണ്. നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകും. കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്, ഓപ്പൺ വേക്കൻ്റ് ആയിരുന്നു. അത് കൊടുക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എവിടെ വെച്ചോ അത് അട്ടിമറിക്കപ്പെട്ടു. അതിൽ കോൺഗ്രസിനും റോളുണ്ട്. അതാണ് ഈ സീറ്റ് നിഷേധത്തിൻ്റെ കോൺഗ്രസ് റോള്. ജില്ലകളിൽ ലീഗിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ച ഒരു ചരിത്രപരമായ ഇടപെടൽ UDF രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ലീഗിനോട് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന UDF സീറ്റ് വിഭജന ചർച്ചകളിൽ പെട്ട ആളല്ലല്ലോ. അത് പുറത്തു വരുന്ന വാർത്തകൾ, അല്ലെ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്നും ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന വാർത്തകൾ, അതല്ലല്ലോ അതിന്റെ ഔദ്യോഗിക വാർത്തകൾ എന്ന് പറയുന്നത്. കാരണം ലീഗിന് ഒരു സംവിധാനമുണ്ട്, കോൺഗ്രസിന് സംവിധാനമുണ്ട്. അവിടെ ഇരുന്നാണ് UDF അന്തിമമായ സീറ്റ് ചർച്ച തീരുമാനിക്കുന്നത്. അപ്പോൾ സീറ്റ് ആഗ്രഹിക്കുന്ന പല ആളുകളും അവരുടെ താല്പര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് ശ്രീ റോണി എന്ന കോൺഗ്രസ് വക്താവ്, ശ്രീ റോണി കെ ബേബി എന്ന കോൺഗ്രസ് വക്താവ് ശ്രീ ഹംസ താങ്കളുടെ ആ വെളിപ്പെടുത്തൽ നിരാകരിക്കുകയാണ്. മാത്രമല്ല, താങ്കൾക്ക് അതേക്കുറിച്ചൊരു ധാരണയും ഇല്ലാത്തയാളാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മറുപടി ക്യുക്കായി ശ്രീ റോണി, ഞാൻ വരാം. ശ്രീ ഹംസ. അല്ല, അതിനെക്കുറിച്ച് അതിൻ്റെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കറിയുന്നത് പോലെ ഒരു പക്ഷേ മിസ്റ്റർ ജോണിക്ക് അറിഞ്ഞോളന്നില്ലല്ലോ. എന്തായാലും ഞാൻ അദ്ദേഹത്തെ നിഷേധിക്കാം. ഒരു കാര്യം പ്രായോഗികമായി അദ്ദേഹത്തിന് ആലോചിച്ചാൽ അറിയുന്നൊരു കാര്യമുണ്ട്. 25 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 1991 മുമ്പത്തെ കേരള രാഷ്ട്രീയം ഒന്ന് എടുത്തു നോക്കൂ. തിരുവനന്തപുരത്ത് 2 സീറ്റിൽ മത്സരിച്ചിരുന്നു, കൊല്ലത്ത് 3 സീറ്റിൽ ലീഗ് മത്സരിച്ചിരുന്നു, എറണാകുളത്ത് മത്സരിച്ചിരുന്നു, തൃശ്ശൂർ മത്സരിച്ചിരുന്നു, പാലക്കാട് മത്സരിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി അസംബ്ലി എടുത്ത കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഭാരതപ്പുഴയുടെ തെക്ക് നമ്മൾ എത്ര സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കി നോക്കൂ. കിട്ടാത്ത ചില സീറ്റുകൾ മാത്രം. ഗുരുവായൂരിൽ കുറച്ച് ഉണ്ടായിരുന്നു, മത്സരിക്കുന്നുണ്ട് ഇപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ. പക്ഷേ ആ ഭൂരിപക്ഷം കുറഞ്ഞ് 25,000-30,000 പോയി. അതിൻ്റെ അപ്പുറത്തുള്ളത് തിരുവനന്തപുരത്ത് ഇപ്പോൾ സീറ്റേ മത്സരിക്കുന്നില്ല. 2 സീറ്റിൽ മത്സരിച്ചിരുന്ന MLA മാരൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്.
ഇപ്പോൾ ഒരു സീറ്റിൽ മത്സരിക്കാൻ പോലും സീറ്റില്ല. കൊല്ലത്തായിരുന്നെങ്കിൽ 3 സീറ്റിൽ മത്സരിച്ച സമയം ഉണ്ടായിരുന്നു. ഇരുപൂരം, ചടയമംഗലമൊക്കെ അടക്കം ഒന്നത്തൂരൊക്കെ 3 സീറ്റിൽ ഒരേപോലെ മത്സരിച്ച സമയം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ അവസാനം അല്ല, ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചാണ് അദ്ദേഹത്തോട് ലീഗിന്റെ ജില്ലയിലെ അക്കൗണ്ടുകൾ പൂട്ടിച്ചതിനെ കുറിച്ച് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം അത് കേൾക്കാത്ത മട്ടിൽ, കൊത്താതെ കേൾക്കാത്ത മട്ടിലാണ് ശ്രീ റോണി പോയത്. ഞാൻ ശ്രീ ഹംസയോട് ഒരു ചോദ്യം അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഞാൻ വരാം റോണി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അദ്ദേഹം പോകുന്നതുകൊണ്ടാണ് ഞാൻ ക്യുക്കാക്കുന്നത്. അറോണി, ഒരു കാര്യം കൂടി ഞാൻ തന്നെ പോട്ടെ. എനിക്കൊരു അടുത്തൊരു ക്യാമ്പയിനിൽ പോകേണ്ടതുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇരുന്നത് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടിയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മിസ്റ്റർ റോയ് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ശരിയായിരിക്കും. ഞാൻ ഈ കാര്യത്തിൽ കോൺഗ്രസിനെ ഒന്നും മുഴുവനായി കുറ്റം പറയാനില്ല. നിന്ന് കൊടുത്തിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. കോൺഗ്രസുമായിട്ട് ചില അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഓരോന്നും ഓരോ സമയത്ത് ബലി കൊടുത്ത് ഇല്ലാതെയാക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പുറത്തും കൂടി ഉണ്ടല്ലോ. ഞാൻ അതിനകത്ത് വല്ലാതെ കോൺഗ്രസിനൊന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അതിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ച് മേടിക്കാൻ കഴിവില്ലാത്തൊരു നേതൃത്വം ഉണ്ടായെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, അപ്പോൾ ശ്രീ ഹംസ, ആ പ്രതിഷേധം പൊന്നാനിയിൽ താങ്കളുടെ വോട്ടായി മാറുമോ? അതെ, ആ പ്രതിഷേധം പൊന്നാനിയിൽ താങ്കൾക്ക് വോട്ടായി മാറുമോ? തീർച്ചയായും. ഇനി മരിച്ചു പിരിഞ്ഞാലല്ലേ? അല്ല, ഒരു കാര്യം എല്ലാവർക്കും ചെറുപ്പക്കാരെ ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഒരു യുവ പ്രതിനിധികൾ പാർലമെന്റിലേക്ക് എന്ന് കയറാനാണ്? എത്ര കാലം മുമ്പ് തുടങ്ങിയത്? ഒന്ന് നോക്കി നോക്കൂ. ഇവർ തന്നെയല്ലേ മച്ചിപ്പശുക്കളെ തൊഴുത്ത് മാറ്റിക്കെട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കെട്ടി അവസാനിക്ക് എന്താ കാര്യമുള്ളത്? ഒരു ചെറുപ്പക്കാരനൊരു അവസരം കൊടുത്തോ? യൂത്ത് ലീഗ് ഇവിടെ ഉണ്ടല്ലോ, MSFകാരുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന് കൊടുക്കുന്നു, KSUവിന് കൊടുക്കുന്നു, CPM SFIക്ക് കൊടുക്കുന്നു, DYFIക്ക് കൊടുക്കുന്നു പ്രാതിനിധ്യം. വല്ലപ്പോഴും ഒരു അവസരം ഇവർക്ക് കൊടുത്താലൊന്ന് കയറി വരാൻ കഴിയുള്ളൂ. അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ പ്രതിഷേധ അണികളിൽ ഉണ്ടല്ലോ. ഈ പ്രതിഷേധത്തെ എത്ര കാലം തടഞ്ഞു നിർത്താൻ കഴിയും? എന്തുകൊണ്ട്, എങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയും?